തുണ്ടൂറാൻ യൂട്യൂബ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇത് മുത്തശ്ശൻ്റെ വീടാണ്. എൻ്റെ മുത്തശ്ശൻ കോതേരിയുടെ അരവിന്ദാക്ഷ മേനോൻ്റെ നവതിയായിരുന്നു ഇന്ന്. അപ്പം അതിനെപ്പറ്റി കുറച്ച് കാര്യങ്ങൾ സംസാരിക്കാനാണ് നമ്മളിവിടെ എത്തിയിരിക്കുന്നത്. എൻ്റെ മുത്തശ്ശൻ കോതേരിയുടെ അരവിന്ദാക്ഷ മേനോൻ. ഇവരുടെ മൂത്ത മകനാണ് മോഹൻദാസ്, പിന്നെ ലളിതാദേവി രണ്ടാമത്തെ മകൾ, പിന്നെ മൂന്നാമത്തെ മകളാണ് പ്രസന്നകുമാരി, നാലാമത്തെ ലത. ഇത് എൻ്റെ അമ്മാവൻ്റെ ഭാര്യ അമ്മായി. ഇതെൻ്റെ അച്ഛൻ, ഇതെൻ്റെ അമ്മയാണ്. പിന്നെ ഇത് ചിറ്റ, പ്രസന്നകുമാരിയുടെ ഹസ്ബൻഡാണ് ഉണ്ണി. ചിറ്റയുടെ ഹസ്ബൻഡ് എത്തിയിട്ടില്ല, പ്രസന്ന. ഇത്രയാണ് ഞങ്ങളുടെ ഫാമിലി. പിന്നെ പേരക്കുട്ടികളായിട്ട് ഇവർക്ക് രണ്ടുപേർക്കും കൂടി ആതിര കുവൈറ്റിലാണ് വർക്ക് ചെയ്യുന്നത്. പിന്നെ ചിറ്റയുടെ കൃഷ്ണപ്രിയ കുട്ടിയുണ്ട്. പിന്നെ ഇവർക്ക് ഞാൻ കൂടാതെ ഒരു അനിയത്തി കൂടിയുണ്ട്, അഞ്ജലി. അപ്പം ഇത്രയാണ് ഞങ്ങളുടെ ഫാമിലി. പിന്നെ ഗോകുലുണ്ട്, രാഹുലുണ്ട്, രണ്ടുപേരും കൂടി. എല്ലാവരും വർക്കിന്റെ തിരക്കിലായിട്ട് ഇപ്പം ഇവിടെ എത്തിയിട്ടില്ല, ഞാൻ മാത്രമേ ഇവിടെ ഉള്ളൂ. അപ്പം ഞങ്ങൾ എല്ലാവരും കൂടിയാണ് മുത്തശ്ശൻ്റെ നവതി ആഘോഷിച്ചത്. പിന്നെ കുറേ നാട്ടുകാരും ഉണ്ടായിരുന്നു. എല്ലാവരും കൂടി വളരെ സന്തോഷത്തോടെയാണ് മുത്തശ്ശൻ്റെ നവതി ആഘോഷിച്ചത്. ഞങ്ങൾക്ക് വളരെ സന്തോഷമുണ്ട് എല്ലാവരും പറയുന്നത് കേട്ടിട്ടും ഓരോരുത്തരും മുത്തശ്ശനെ പറ്റി സംസാരിക്കുന്നത് കേൾക്കാനും ഒക്കെ ആയിട്ട്. അപ്പം ഞാൻ കുട്ടിക്കാലത്ത് ഇവിടെ വരുമ്പോൾ എൻ്റെ മാത്രമായിരുന്നില്ലേ മുത്തശ്ശൻ, നാട്ടിലുള്ളവർക്കൊക്കെ കോതേരി മുത്തശ്ശൻ അങ്ങനെയാണ് പറയായിരുന്നത്. അപ്പം അന്നൊക്കെ ഞങ്ങൾക്കൊരു ചെറിയ ഞങ്ങൾ മാത്രമല്ലല്ലോ എന്നുള്ളൊരു വിഷമമൊക്കെ ഉണ്ടായിരുന്നു. പക്ഷെ പിന്നെ അത് കേൾക്കുമ്പോൾ ഭയങ്കര സന്തോഷമായിരുന്നു. പിന്നെ ഓരോരുത്തർക്ക് പറയാനുള്ളത് നോക്കാം. മുത്തശ്ശൻ എന്നാണ്, അച്ഛനാണെങ്കിലും മുത്തശ്ശൻ എന്നാണ് ഞങ്ങളും പറഞ്ഞുകൊണ്ടിരുന്നത്. കുട്ടികളുടെ മുത്തശ്ശൻ എന്നുള്ള നിലയിൽ അദ്ദേഹം ആളുടെ നവതി ആഘോഷം നടത്തണമെന്ന് പറഞ്ഞപ്പോൾ ഞങ്ങളെല്ലാവരും കൂടി തീരുമാനിച്ച് അത് ഒരാഘോഷമാക്കി മാറ്റാൻ ഉള്ള ഒരു തീരുമാനമായിരുന്നു. അതിന് എല്ലാവരും പ്രത്യേകം വേണ്ട പോലെ ഭംഗിയാക്കി ഇവിടുത്തെ നാട്ടുകാരും ഒക്കെ സഹകരിച്ചതിൽ വളരെയധികം നന്ദിയുണ്ട്, സന്തോഷമുണ്ട്. വീണ്ടും സന്തോഷം, നന്ദി പറയുന്നു. ഞാൻ അച്ഛൻ്റെ മൂത്ത മോളാണ്. എൻ്റെ ഹസ്ബൻഡ് ഇറിഗേഷനിൽ പമ്പിൽ വർക്ക് ചെയ്ത് ഇപ്പോൾ റിട്ടയറായി. എന്നെ കല്യാണം ചെയ്യുന്നത് കാതിക്കുടത്തേക്കാണ്. 2 കുട്ടികൾ, പെൺകുട്ടികൾ. മൂത്ത ആൾ ഐ സ്പെഷ്യലിസ്റ്റായിട്ട് ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ വർക്ക് ചെയ്യണു. രണ്ടാമത്തെ ആൾ US PhD ചെയ്യണു. പിന്നെ അച്ഛൻ്റെ ഇന്നത്തെ നവതി ആഘോഷം നല്ല രീതിയിൽ നടത്താൻ സാധിച്ചതിൽ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമുണ്ട്. എല്ലാവരും ഓരോ കമൻറ്റ് പറയണ ഫുഡ് നന്നായിരുന്നു, പിന്നെ നിങ്ങൾ ചെയ്തത് എല്ലാവരും ഇതുപോലെ മാതൃക ആക്കട്ടെ എന്ന് പലരും അഭിപ്രായം പറഞ്ഞു. എന്നുവെച്ചാൽ അച്ഛന് സന്തോഷമായിട്ടിരിക്കാൻ ഇന്നത്തെ ഒരു ദിവസം എന്നും ഉണ്ടാവുമല്ലോ. അപ്പോൾ അത് എല്ലാവരും ഇതുപോലെ മാതൃകയാക്കട്ടെ എന്ന് പറഞ്ഞ് പലരും അഭിപ്രായം പറയുണ്ടായി. അതൊക്കെ കേട്ടപ്പോൾ ഞങ്ങൾക്ക് ഒരുപാട് സന്തോഷമുണ്ട്. പിന്നെ അച്ഛന് ദീർഘായുസ്സും ആരോഗ്യ സൗഖ്യങ്ങളും കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കാം നമുക്ക്. എൻ്റെ വീട് കൊരട്ടിക്കടുത്ത് കാതിക്കുടത്തുള്ള സ്ഥലത്താണ്. ഞാൻ ആദ്യമായിട്ട് ഈ വീട്ടിലൊരു മരുമനായിട്ട് വരുന്നത് ഞാനാണ്. അപ്പോൾ അന്ന് അച്ഛൻ എനിക്ക് തന്ന സ്നേഹമൊന്നും ഇതുവരെ മറക്കാൻ പറ്റില്ല. ഇത്രയും 10 കൊല്ലമായിട്ടും അതുപോലെ തന്നെയാണ് അച്ഛൻ ഇന്നും എന്നോട് പ്രവർത്തിക്കുന്നത്. അപ്പോൾ അച്ഛൻ്റെ 90ാം പിറന്നാൾ ആഘോഷിക്കണം എന്ന് അച്ഛൻ ഇങ്ങനെ ആഗ്രഹം പറഞ്ഞപ്പോൾ ഞങ്ങൾ സസന്തോഷം സ്വീകരിക്കുകയും അതിനു വേണ്ടിയ എല്ലാ കാര്യങ്ങളും ചെയ്യുകയും ചെയ്തു. ഇന്ന് കണ്ടപ്പോഴാണ് മനസ്സിലായത്, ഓരോരുത്തർ ഓരോ അഭിപ്രായങ്ങൾ പറയുന്നത് കേട്ടപ്പോഴാണ് മനസ്സിലായത് ഓരോരുത്തരും അച്ഛനെ എന്തോരം സ്നേഹിക്കുന്നുണ്ട്. അത് മുമ്പേ അറിയായിരുന്നു, പക്ഷെ എന്നാലും ഓരോരുത്തരും അങ്ങോട്ട് കണ്ണ് നിറഞ്ഞ് ഓരോന്ന് പറയണ കേൾക്കുമ്പോഴാണ് നമുക്കത് മനസ്സിലാവുന്നത്. പിന്നെ അച്ഛനും എല്ലാ ആരോഗ്യ സൗഖ്യങ്ങളും നേരുന്നു. നമസ്കാരം. എൻ്റെ അമ്മാവൻ്റെ 90ാം പിറന്നാൾ ആഘോഷിക്കാൻ വന്നതിൽ എനിക്ക് അതിയായി സന്തോഷമുണ്ട്. ഞാൻ ബാംഗ്ലൂരാണ്. പിന്നെ ഞാനാണ് ഇവിടുത്തെ മൂത്ത ആള്. ഇതിൽ പങ്കുചേരാൻ ഇതിൽ എനിക്ക് ഭയങ്കര സന്തോഷമുണ്ട്. ക്ഷണമനുസരിച്ച് വന്ന എല്ലാവർക്കും നന്ദി. പിന്നെ അച്ഛൻ്റെ നവതി ആഘോഷത്തിന് ഞങ്ങളുടെ ക്ഷണമനുസരിച്ച് വന്നു ചേർന്ന എല്ലാ നാട്ടുകാർക്കും, നല്ലവരായ നാട്ടുകാർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി. പിന്നെ അതിനെപ്പറ്റി എനിക്ക് പറയാനുള്ളത് എൻ്റെ പുണ്യം, അത്ര എനിക്ക് പറയാൻ പറ്റും. വേറെ ഒന്നും പറയാൻ എൻ്റെ വായിൽ ഇല്ല. എൻ്റെ ജീവിതത്തിൽ ഏറ്റവും വലുത് അച്ഛൻ തന്നെയാണ്. ആ ഒരു ഇത് ഇപ്പോഴും ഞാൻ അനുഭവിച്ചുകൊണ്ടിരിക്കണം. അത്ര മാത്രമേ എനിക്ക് പറയാനുള്ളൂ.
അച്ഛൻ്റെ അനുഗ്രഹം അത് എനിക്കുണ്ട്, അതെനിക്ക് നല്ല ഉറപ്പാണ്. അതുകൊണ്ട് അങ്ങനെ ഇത് പോകുന്നു. എനിക്ക് വളരെയധികം സന്തോഷമുണ്ട്. എല്ലാവരെയും കാണാനും നാട്ടുകാരെയും വീട്ടുകാരെയും എല്ലാവരും ഒരുമിച്ച് കാണാനും പറ്റിയതിന് വളരെയധികം സന്തോഷം. ഇന്ന് എൻ്റെ നവതി ആഘോഷം തൊണ്ണൂറാം പിറന്നാൾ ആണ്. എൻ്റെ മക്കളെല്ലാവരും ഒത്തുചേർന്ന് കാര്യം ഭംഗിയാക്കി നടത്തിത്തരുന്ന നാട്ടുകാരെല്ലാവർക്കും സന്തോഷമായ ഒരു ഹൃദയമാണെന്ന് എനിക്കത് വളരെ സന്തോഷമുണ്ട്. എല്ലാ ആൾക്കാരെയും ഒന്ന് കണ്ടു പറഞ്ഞ ആൾക്കാരും അത് എത്തിച്ചേർന്നു. എനിക്കത് അതിൽ വളരെ സന്തോഷമുണ്ട്. ആരും എന്നെ ഉപേക്ഷിച്ചിട്ടില്ല. എല്ലാവരും എനിക്ക് വേണ്ടി ഈശ്വരനോട് പ്രാർത്ഥിക്കുന്നുണ്ട്, പ്രാർത്ഥിക്കും. എന്നെനിക്ക് നല്ല വിശ്വാസമുണ്ട്. അതിൽ വലിയ സന്തോഷമുണ്ട്. മക്കളെല്ലാവരും എൻ്റെ കൂടെ എനിക്കൊരു സന്തോഷമുണ്ട്. എനിക്ക് എൻ്റെ മക്കളാണ് എനിക്ക് ധനം. ആ മക്കളെല്ലാവരും എൻ്റെ കൂടെയുണ്ട്. എൻ്റെ പേര് പ്രസന്ന. അച്ഛൻ്റെ മൂന്നാമത്തെ മകളാണ്. എൻ്റെ വടമയ്ക്ക് കല്യാണം ചെയ്യിക്കണം. എൻ്റെ ഭർത്താവിൻ്റെ പേര് ഉണ്ണികൃഷ്ണൻ. മകള് കുവൈറ്റിൽ വർക്ക് ചെയ്യുന്നു. അച്ഛൻ്റെ പിറന്നാൾ ആഘോഷം പറഞ്ഞപ്പോൾ ഞങ്ങൾക്ക് ഭയങ്കര സന്തോഷമായിരുന്നു നടത്തി കൊടുക്കാനായിട്ട്. എല്ലാവരും കൂടി സഹകരിച്ച് അത് നല്ല രീതിയിൽ നടത്താൻ സാധിച്ചു. നാട്ടുകാരെല്ലാവരെയും കാണാൻ സാധിച്ചു. എല്ലാവരും നല്ല അഭിപ്രായങ്ങൾ പറഞ്ഞു. അച്ഛനെല്ലാവരും ദീർഘായുസ് നേർന്നു, ആശംസകൾ അർപ്പിച്ചു. അവരുടെയൊക്കെ സംസാരം കേട്ടപ്പോൾ ഭയങ്കര സന്തോഷമായി. എന്തായാലും എൻ്റെ അച്ഛനെ എല്ലാവിധ ആയുസ്സും ആരോഗ്യങ്ങളും ദൈവം കൊടുക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. തുളസി കതിർന്നുള്ളിയെടുത്ത് കണ്ണനൊരു മാലയ്ക്കായി പൊട്ടാത്ത നൂലിൽ കെട്ടി എന്നെന്നും ചാത്താം ഞാൻ. തുളസി കതിർന്നുള്ളിയെടുത്ത് കണ്ണനൊരു മാലയ്ക്കായി പൊട്ടാത്ത നൂലിൽ കെട്ടി എന്നെന്നും ചാത്താം ഞാൻ. തുളസി കതിർന്നുള്ളിയെടുത്ത് എന്നെന്നും ചാത്താം ഞാൻ. കണ്ണാ 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 പൂവിരിച്ചു കാണുമ്പോൾ കണ്ണിനെന്തൊരു ആനന്ദം പരവേശം, ആനന്ദം പരവേശം. കാർവർണ്ണൻ തന്നെ മേനി കായാമ്പൂ പൂവിരിച്ചു കാണുമ്പോൾ കണ്ണിനെന്തൊരു ആനന്ദം പരവേശം, ആനന്ദം പരവേശം. തുളസിക്കതിർന്നുള്ളിയെടുത്ത് കണ്ണനൊരു മാലയ്ക്കായി പൊട്ടാത്ത നൂലിൽ കെട്ടി എന്നെന്നും ചാത്താം ഞാൻ, എന്നെന്നും ചാത്താം ഞാൻ. ചന്ദന പൊട്ടും കുത്തി ചന്തത്തിൽ കണ്ണെഴുതി ചന്ദന പൊട്ടും കുത്തി കൂടിയ കണ്ണാ നീ വിളയാടൂ, എന്നുള്ളിൽ വിളയാടൂ. ചന്തത്തിൽ കണ്ണെഴുതി ചന്ദന പൊട്ടും കുത്തി പൊന്മയിൽ പീലി ചൂടിയ കണ്ണാ നീ വിളയാടൂ, എന്നുള്ളിൽ വിളയാടൂ. കണ്ണാ നീ ആടിയ ലീലകളും ഒന്നൂടെ ആടൂലേ, കണ്ണാ നീ ആടിയ ലീലകൾ ഒന്നൂടെ ആടൂലേ, ഒന്നൂടെ ആടൂലേ. കണ്ണാ 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 കണ്ണാ. പുല്ലാങ്കുഴലൂതിയൂതി പൂവാലി പശുക്കളെ പുല്ലേറി ഉള്ളിടത്ത് മേയുവാൻ പോകുമ്പോ. പുല്ലാങ്കുഴലൂതിയൂതി പൂവാലി പശുക്കളെ പുല്ലേറി ഉള്ളിടത്ത് മേയുവാൻ പോകുമ്പോൾ കണ്ണാ നീ ആടിയ ലീലകൾ ഒന്നൂടെ ആടൂലേ, കണ്ണാ നീ ആടിയ ലീലകൾ ഒന്നൂടെ ആടൂലേ, ഒന്നൂടെ ആടൂലേ. കണ്ണാ 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 കണ്ണാ. തുളസിക്കതിർന്നുള്ളിയെടുത്ത് കണ്ണനൊരു മാലയ്ക്കായി പൊട്ടാത്ത നൂലിൽ കെട്ടി എന്നെന്നും ചാത്താം
നുള്ളിയെടുത്ത് കണ്ണൊരു മാലയ്ക്കായി ഒട്ടാത്ത നൂലിൽ കെട്ടി എന്നെന്നും ചാത്താനാ കണ്ണാ 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 കണ്ണാ.
എൻ്റെ പേര് കൊച്ചനിയൻ. ഞാൻ NSS കരയോഗത്തിൻ്റെ സെക്രട്ടറിയാണ് കുണ്ടൂർ. ഇന്നിവിടെ ആഘോഷിക്കുന്ന നവതി ആഘോഷിക്കുന്ന ശ്രീ കോതേരി അരവിന്ദാക്ഷമേനോൻ്റെ 90-ാം പിറന്നാളാണ്. അതിനോടനുബന്ധിച്ച് അങ്ങേരും കരയോഗത്തിൻ്റെ ദീർഘനാളത്തെ പ്രസിഡന്റ് സ്ഥാനം വഹിച്ചിരുന്നു. ഒരു കുടുംബത്തിലെ ജനനായാലും മരണമായാലും വിവാഹമായാലും എല്ലാ സൽക്കർമ്മങ്ങളിലും ആദ്യാവസാനം ഈ കക്ഷി അദ്ദേഹം നമുക്ക് വേണ്ടിയിട്ട് എല്ലാവിധ സഹായ സഹകരണം ചെയ്തു തന്ന് ആ എല്ലാ ചടങ്ങുകളും വളരെ ഭംഗിയായി നടത്തിയിരുന്ന ആളാണ്. അങ്ങേരെ നമ്മൾ കോതേരി അരവിന്ദാക്ഷമേനോൻ എന്നല്ല അറിയപ്പെടുന്നത്. കൂടുതലായിട്ടും കോതേരിമാൻ എന്നാണ് വിളിച്ചിരുന്നത്, എല്ലാവരും വിളിക്കണേ. അരവിന്ദാക്ഷമേനോൻ എന്നുള്ള പേര് തന്നെ ചിലർക്ക് തന്നെ ഇത് അറിയാൻ പാടില്ല എന്നുള്ള അവസ്ഥ വരെ ഉണ്ടായിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ പേരിൽ അങ്ങേരെ നമുക്ക് മറക്കാൻ പറ്റില്ല. നല്ലൊരു കാരണവരാണ്. 90 വയസ്സായാലും പുള്ളിയുടെ കൃത്യമായ ജീവിത രീതി, കൃത്യനിഷ്ഠ, ശബരിമല പെരിയോൻ എന്നിവരറിയപ്പെടുന്നു. അതിന് വേണ്ടി നാട്ടുകാർക്കും അയൽ സ്ഥലങ്ങളിലും പുള്ളൂർ മാത്രമല്ല മകളെ വന്നാലും കോതേരി എന്ന് പറയപ്പെടുന്ന വ്യക്തി വളരെ ഭംഗിയായി എല്ലാ കാര്യങ്ങളും ചെയ്തു തരുന്ന വ്യക്തിയാണ്. അതുകൊണ്ട് നമ്മളങ്ങനെ അദ്ദേഹത്തെ ആദരിക്കുകയാണ്. പുള്ളിയുടെ ഏറ്റവും വലിയ ചിട്ടയായ ജീവിതമാണ്. ആ ജീവിതത്തിൻ്റെ കൃത്യനിഷ്ഠയോടുകൂടി ജീവിക്കാൻ മാത്രമേ നമുക്കിങ്ങനെ മുന്നോട്ട് ആർക്കായാലും അങ്ങനെ തന്നെ വരാൻ പറ്റും. 5 മണിക്ക് എഴുന്നേൽക്കുക, കൃത്യനിഷ്ഠ നടത്തുക, ആ കാര്യങ്ങളെല്ലാം വളരെ ഭംഗിയായിട്ട് നിർവഹിക്കുന്ന വ്യക്തിയാണ്. അതിൻ്റെ പേരിൽ ഇപ്പോഴും 90 വയസ്സായാലും പുള്ളിക്ക് 90 ആയിട്ടില്ല. ഞാനിപ്പോഴും ചെറുപ്പമാണ്. ഇപ്പോഴും വേണമെങ്കിൽ കരയോഗ പ്രസിഡന്റ് സ്ഥാനം വരെ വഹിക്കാൻ പുള്ളിക്ക് തയ്യാറാണെന്നല്ല മറ്റുള്ള. പക്ഷേ പ്രായത്തെ നമ്മൾ ബഹുമാനിച്ചുകൊണ്ട് ഇപ്പോൾ പുള്ളിയെ നമ്മൾ ആദരിക്കുകയാണ്. ബൈ ബൈ. എല്ലാവർക്കും നന്ദി, സന്തോഷം.